ഗുഡ് ഡേ ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് കിങ്? ബി, എ ക്യൂൻ ഓർ എ കിങ്. തേർഡ്, എ റെഡ് കാർഡ്. അതായത് ഒരു ഡെക്ക് ഓഫ് കാർഡിൽ നിന്ന് നമ്മൾ ഒരു കാർഡ് എടുക്കുന്നു. നമുക്കറിയാം ടോട്ടലായിട്ട് 52 കാർഡ്സാണ് ഉള്ളത്. 52 കാർഡ്സാണ് ഉള്ളത്. അതിൽ ക്ലബുണ്ട്, സ്പേഡുണ്ട്, ഡയമണ്ടുണ്ട്, ഓക്കെ, ഹാർട്ടുണ്ട്. ഈ ക്ലബും സ്പേഡും ബ്ലാക്ക് കളറാണ്. ഹാർട്ടും ഡയമണ്ടും എന്താണ്? റെഡ് കളറാണ്. ഓരോന്നും എത്ര എണ്ണം വീതമുണ്ട്? 13 വീതമുണ്ട്. അതായത് ഏസ്, ഓക്കെ, കിങ്, ക്യൂന്, ജാക്ക്, അങ്ങനെ 10 തൊട്ട് 2 വരെ മൊത്തത്തിൽ 13 കാർഡ്സാണ് ഉള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ബ്ലാക്ക് കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ബ്ലാക്ക് കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എത്രയാണ്? 52 ആണ്. പിന്നെ മൊത്തത്തിൽ എത്ര കാർഡുണ്ട്? 52 കാർഡുണ്ട്. അപ്പോൾ നമ്മുടെ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്ത് കിട്ടി? 52 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ബ്ലാക്ക് കിങ്ങിനെയാണ് വേണ്ടത്. ബ്ലാക്ക് കിങ് ആകുമ്പം ഇതും എന്താണ്? ബ്ലാക്ക് കിങ് ആണ്. ഇതും എന്താണ്? ബ്ലാക്ക് കിങ് ആണ്. അതായത് ഇവിടെ നമുക്ക് ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം എന്താണ്? 2 ആണ്. ടോട്ടൽ നമ്പർ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 2 ആണ്. മാത്തമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/52 ആയിരിക്കും. അതിൻ്റെ ആൻസർ 1/26. അടുത്ത ബി എന്ന് പറയുന്നത് എ ക്യൂൻ ഓർ എ കിങ്. അത് ക്യൂൻ ഓർ എ കിങ്. ഒന്നെങ്കിൽ ക്യൂന് അല്ലെങ്കിൽ കിങ്. അതാണ് ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ക്യൂൻ ഓർ എ കിങ്. ക്യൂനോ അല്ലെങ്കിൽ കിങ്ങോ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ എപ്പോഴും അല്ലെങ്കിൽ ഓർക്കെ വരുമ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? യൂണിയൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിയൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ല ക്യൂൻ ആൻഡ് കിങ് എന്ന് പറഞ്ഞാൽ ആൻഡ് വന്നാൽ എപ്പോഴും എന്തായിരിക്കും? ഇൻ്റർസെക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഓർ വന്നാൽ എപ്പോഴും എന്തായിരിക്കും? യൂണിയനും. ആൻഡ് വന്നാൽ എന്താണ്? ഇവിടെ ഇൻ്റർസെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻ്റർസെക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിലെ ക്യൂൻ ഓർ എ കിങ് ആണ്. അപ്പോൾ ക്യൂൻ ഓർ എ കിങ്, അതായത് ക്യൂന് ഞാൻ ക്യൂ കൊടുത്താൽ പ്രോബബിലിറ്റി ഓഫ് ക്യൂ ഓർ വരുമ്പോൾ എന്താണ്? യൂണിയൻ കിങ്. പ്രോബബിലിറ്റി ഓഫ് ക്യൂ യൂണിയൻ കെ. ഓക്കെ, എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ക്യൂ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് കെ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ക്യൂ ഇൻ്റർസെക്ഷൻ കെ. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം ക്യൂൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ക്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ ടോട്ടൽ എത്ര ക്യൂനുണ്ട്? ഇത് 1 ക്യൂൻ, ഇത് 2, ഇത് 3, ഇത് 4. അതായത് ടോട്ടൽ ക്യൂൻ 4 ആണ്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 4 ആണ്. മൊത്തത്തിൽ എത്ര കാർഡുണ്ട്? പോസിബിൾ കാർഡുണ്ട് 52 ഉണ്ട്. അപ്പം ക്യൂൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 4/52 ആണ്. ഓക്കെ, ക്യൂൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് കിങ്. അതായത് കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പം ഇത് ഒരു കിങ്, 2, 3, 4. ഇവിടെ എന്ത് തന്നെയാണ്? 4 ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/52 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ക്യൂ ഇൻ്റർസെക്ഷൻ കെ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ക്യൂനും കിങ്ങും. അതായത് നമ്മൾ ഒരു കാർഡ് എടുക്കുന്നുള്ളൂ. ഒരു കാർഡ് എടുക്കുമ്പം ക്യൂനും കിങ്ങും കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ നോക്കുക, ക്യൂനും കിങ്ങുമായിട്ടുള്ള ഒരു കാർഡും ഇല്ല. ഒരു കാർഡിൽ തന്നെ ക്യൂനും കിങ്ങും ഇല്ല. ഇവിടെ എന്താണ്? നൾ സെറ്റാണ്. ക്യൂ ഇൻ്റർസെക്ഷൻ കെ എന്താണ്? ഇവിടെ എന്താണ്? നൾ സെറ്റാണ്. അതായത് ഇതെന്താണ്? ഡിസ്റ്റോയിൻ്റ് ഇവൻ്റ് ആണ്. അപ്പം
പ്രോബിലിറ്റി ഓഫ് ക്യൂ ഇൻ്റർസെക്ഷൻ കെ എന്താണ് 0 ആണ്. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ് 4/52 പ്ലസ് 4/52 8/52 ആണ് കിട്ടുന്നത് ആൻസർ. ഓക്കെ, അടുത്തത് മൂന്നാമത്തതാണ് എ റെഡ് കാർഡ്, അതായത് റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഹാർട്ട് എന്താണ് റെഡ് കാർഡാണ്, അതുപോലെ തന്നെ ഡയമണ്ടും എന്താണ് റെഡ് കാർഡാണ്. ഓക്കെ, അപ്പം ഹാർട്ടിന് എത്ര ഉണ്ട് 13 ഉണ്ട്, അതുപോലെ തന്നെ ഡയമണ്ട് എത്ര ഉണ്ട് 13 ഉണ്ട്. അപ്പോൾ 13 + 13 13 + 13 26 ആണ് നമ്മുടെ എന്ത് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. ടോട്ടൽ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് 52 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ 26/52 എന്ന് പറയുന്നത് എന്താണ് കിട്ടും 1/2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 dice are thrown. Let A be the event that sum of the points on the face shown is odd and B be the sum of the number is 7. And find the probability that event A, second event B. Okay. അപ്പോൾ A എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? നമ്മൾ ടോസ് ചെയ്യും 2 dice ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ കിട്ടും. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് 36 ആണ്. അതായത് 1 1 1 2 1 3 അങ്ങനെ പോയി 6 1 6 2 6 3 6 5 6 6 36 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ ഇവൻ്റ് എന്താണ് 2 ഡൈ ത്രോ ചെയ്യുമ്പം നമുക്ക് സം എന്ത് കിട്ടണം ഓഡ് കിട്ടണം. അപ്പോൾ അതിന് ഫേവറബിളായിട്ട് വരുന്നത് ഏതൊക്കെയാണ് 1 2, അതായത് 1 + 2 എന്താണ് 3 ആണ്. 1 4 ആഡ് ചെയ്യുമ്പോൾ ഓടാണ് കിട്ടുന്നത് 1 6 2 1 അങ്ങനെ 6 1 6 3 6 5. ടോട്ടൽ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എത്ര ഉണ്ട് 18 ഉണ്ട്. ഓക്കെ, ഫേവറബിൾ ഔട്ട്കംസ് 18. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്ര ഉണ്ട് 36 ആണുള്ളത്. അപ്പോൾ 18/36 1/2 ആണ് ആൻസർ. ബി ചോദിച്ചേക്കുന്നത് സം ഓഫ് ദ നമ്പർ ഈസ് 7, അതായത് ആഡ് ചെയ്യുമ്പം 2 ഡൈ ത്രോ ചെയ്യുമ്പം അത് തമ്മിലുള്ള ഫേസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം 7 കിട്ടണം. അപ്പം ഏതൊക്കെ ഫേവറബിളായിട്ട് വരാം 1 6 വരാം. പിന്നെ 1 + 6 എന്താണ് 7 ആണ്. അതുപോലെ തന്നെ 2 5 ആഡ് ചെയ്യുമ്പോൾ 7 ആണ്. 3 4 4 3 അങ്ങനെ 5 2 6 ഉണ്ട്. അതായത് ഇവിടെ 6 ഫേവറബിളായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ് 36 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും 1/6 എന്ന് വരും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ 2 ഡൈ ഇവിടെയും ത്രോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ദാറ്റ് സം ഈസ് ഗ്രേറ്റർ ദാൻ 8, സം 8-നേക്കാട്ടും ഗ്രേറ്റർ 8-നേക്കാട്ടും കൂടുതൽ വരാനുള്ള പ്രോബിലിറ്റി എന്താണ് നെയ്തർ 7 nor 11. ഇവിടെ നമ്മൾ എന്താണ് ഡൈ ത്രോ ചെയ്യുകയാണ്. നമുക്കറിയാം 36 പോസിബിളായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. സം ഈസ് ഗ്രേറ്റർ ദാൻ 8, അതായത് സം ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല, 8 വരാൻ പാടില്ല, 8-ൽ കൂടുതലായിരിക്കണം. 8-ൽ കൂടുതലാകുമ്പോൾ എന്തൊക്കെ വരാം 6 3 വരാം, 4 5 അല്ലേ, 4 6 10 5 4 10. അപ്പോൾ ഇത്രയും പോസിബിൾ ഔട്ട്കംസ് വരും. അതായത് ടോട്ടൽ ഇത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരും. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ്. അപ്പം എന്താണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ അനുസരിച്ച് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, അതായത് 10 ഡിവൈഡ് ബൈ പോസിബിൾ ഔട്ട്കംസ് 36. ഇതാണ് എൻ്റെ ആൻസർ. അടുത്തത് നെയ്തർ 7 nor 11, അതായത് 7 വരാൻ പാടില്ല 11 വരാനും പാടില്ല. 7 വരാനും പാടില്ല 11 വരാനും പാടില്ല. 7 കിട്ടരുത് 11 കിട്ടരുത്. ഓക്കെ, 7 കിട്ടരുത്. എ എന്ന് പറയുന്ന ഇവൻറ്റ് 7 കിട്ടുക, അടുത്ത ബി എന്ന് പറയുന്ന ഇവൻറ്റ് 11 കിട്ടുക. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് എയും 7ഉം 11ഉം കിട്ടരുത്. അപ്പം കിട്ടരുത് നോട്ട് എ. ഓക്കെ, എ എന്ന് പറയുന്ന ഇവൻറ്റ് എന്ത് ചെയ്യുക 7 കിട്ടുക, ബി എന്ന് പറയുന്ന ഇവൻറ്റ് 11 കിട്ടുക. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 7ഉം 11ഉം കിട്ടാൻ പാടില്ല. അതായത് എ കോംപ്ലിമെൻറ്റ് 7 കിട്ടാൻ പാടില്ല ആൻഡ് എന്നാണ് 7ഉം 11. അപ്പം ഇൻറ്റർസെക്ഷൻ എന്താണ് 11 കിട്ടാൻ പാടില്ല, അതായത് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഈ ഡി മോർഗൻസ് ലോ അനുസരിച്ച് എന്താണ് ഡി മോർഗൻസ് ലോ അനുസരിച്ച്
ഡി മോർഗൻസ് ലോ അനുസരിച്ച് എന്താണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇത് ഡി മോർഗൻസ് ലോ ആണ്. ഇവിടെ നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് 1 - P ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇത് എ ആയിട്ട് എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം 1 - പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ് എ യൂണിയൻ ബി. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. കാരണം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ എന്താണ് സം കിട്ടുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഡൈയുടെ ഫേസ് ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടണം. അപ്പോൾ 1 6 വരാം, 2 5 3 4 4 3 5 2 ഇതൊക്കെ 6 1 ഒക്കെ വരാം. അതായത് നമ്മുടെ ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കം ഉണ്ട് 6 ഉണ്ട്. അപ്പം 6/36 ആണ് പ്രോബബിലിറ്റി ഓഫ് എ. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ് നമ്മൾ എടുത്തേക്കുന്നത് സം. ഇവ എന്താ സം ഈസ് 11 എന്നാണ്. സം എന്തായിരിക്കണം 11 കിട്ടണം. സം 11 കിട്ടാൻ ഏതൊക്കെ വരാം സം 11 വരുന്ന ഫേവറബിൾ അടക്കം 5 6 വരാം അല്ലേ. 5 + 6 11 ആണ്. അതുപോലെ തന്നെ 6 5 വേറെ വരില്ല. 5 6 6 5 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 2 ആണ് 2/36. ഓക്കെ, അപ്പം അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇത് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ഓക്കെ, എക്കും ബിക്കും കോമൺ ആയിട്ട് എന്തില്ല ഒരു പോയിൻറ്റും ഇല്ല. ഇത് 5 6 6 5 ഇവിടെ 5 6 6 5 ഒന്നുമില്ല. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് നൾ സെറ്റ് ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്താണ് 0 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് 0 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 6/36 2/36 8/36 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്ന് പറയുന്നത് 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. അത് 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ് എ യൂണിയൻ ബി 8/36 ആണ്. ചെയ്ത് നോക്കുമ്പോൾ 7/9 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2 ഇതും 2 ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ് നമ്മൾ ഫേസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓഡ് കിട്ടണം. ബി എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ് അറ്റ്ലീസ്റ്റ് 3 ഷോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 2 ഡൈ ത്രോ ചെയ്യുന്നു. അപ്പം സം ഓഫ് ദി ഫേസ് ഓഡ് കിട്ടണം. അതായത് എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ് ഓഡ് കിട്ടുക. ഓഡ് എന്ന് പറയുമ്പോൾ എന്താണ് 1 2 വരാം, 1 4 വരാം, 1 6 വരാം, എക്സെട്ര 6 3 6 5 ഒക്കെ വരാം. അതായത് ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്ര ഉണ്ട് 18 ഉണ്ട് അല്ലേ. 18/36. ഓക്കെ, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ് അറ്റ്ലീസ്റ്റ് എന്താണ് 1 3 ഏറ്റവും കുറഞ്ഞത് എന്താണ് ഒരു 3. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു 3യും വരാം 2 3യും വരാം അല്ലേ. അപ്പം ഇവിടെ എന്താണ് ഇവിടെ ഫേവറബിൾ ആയിട്ട് വരുന്നത് 3 1 3 2 3 3 എക്സെട്ര 5 3 6 3 ആണ്. ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 11 ആണ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ് 11 പോസിബിൾ ഔട്ട്കംസ് ആയ 36 തൊട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടും 11/36. അടുത്തത് എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ സം എന്തിട്ടണം 7ഉം കിട്ടണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 അതായത് ഇനി രണ്ടിനും കോമൺ ആയിട്ടുള്ള ഓക്കെ
എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി, അത് ഇത്രയും വരും 2 3 4 3 അങ്ങനെ എക്സെട്ര 3 6 എന്ന് വരും. അതായത് ഇവിടെ 6 ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി 6/36 എന്ന് കിട്ടി. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇങ്ങനെ എഴുതാം, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇട്ട് കൊടുക്കുമ്പോൾ 23/36 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ്, ഈ രീതിയിലാണ് പ്രോബ്ലം വരുമ്പം ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്കൊരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി സ്പേസ്. എന്താണ് പ്രോബബിലിറ്റി സ്പേസ്? അതായത് ഈ ട്രിപ്ലെറ്റ് എസ് സ്ക്രിപ്റ്റ് എ പി, എസ് സ്ക്രിപ്റ്റ് എ പി എ പറയുന്ന സെറ്റായിട്ട് എസ് കോമ സ്ക്രിപ്റ്റ് എ പി എ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഫീൽഡാണ്. അത് എന്താണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ആണ്. ആ സ്ക്രിപ്റ്റ് എയിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതാണ് എന്ത് പ്രോബബിലിറ്റി സ്പേസ്. ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ദ ട്രിപ്ലെറ്റ് എസ് കോമ സ്ക്രിപ്റ്റ് എ പി ഈസ് കോൾഡ് പ്രോബബിലിറ്റി സ്പേസ്. എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസും സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്ന സിഗ്മ ഫീൽഡ് ഓഫ് സബ്സെറ്റൊന്നും ആൻഡ് പി എന്താണ്? പ്രോബബിലിറ്റി ആണ്. അത് സ്ക്രിപ്റ്റ് എയിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് പ്രോബബിലിറ്റി സ്പേസ്. ദ ട്രിപ്ലെറ്റ് എസ് കോമ സ്ക്രിപ്റ്റ് എ പി ആണ് പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്.